സ്വർണം ഇന്ന് സ്വപ്നതുല്യമായ ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നിരവധിയായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ സ്വർണത്തിന്റെ മാക്സ് എന്നുള്ളതാണ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത തലത്തിലേക്കുള്ള സ്വർണ്ണ വിലയിലുള്ള മൂവ്മെന്റിന് പിന്നിൽ പ്രവർത്തിക്കുന്ന നിരവധി ഘടകങ്ങളിൽ ഒരു കാര്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു മുന്നേറ്റം. അതായത് $4000 നിന്നും $4200 നിന്നും ഏകദേശം $4500 വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ സ്വർണം മുന്നോട്ട് പോയിരിക്കുന്നു. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് നമ്മുടെ റുപ്പിയിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസം. അതായത് റുപ്പി അഗെയിൻസ്റ്റ് ഡോളറിൽ റുപ്പിയിലെ ഡിവാലുവേഷൻ അല്ലെങ്കിൽ രൂപയുടെ മൂല്യശോഷണമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. മൂന്നാമതായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വിപണിയിലും ഇന്ത്യൻ വിപണിയിലും അതിന്റെ ഉപഭോഗത്തിന്റെ ഒരു ടോപ്പ് ലെവലിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപഭോഗം നടക്കുന്ന ഒരു സമയം കൂടിയാണ്. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സീസണൽ ട്രെൻഡും അപ് ട്രെൻഡും കൂടെ ഇതിൽ വന്നിട്ടുണ്ട്. നാലാമതൊരു കാര്യം എന്ന് പറയുന്നത് ലോക രാജ്യങ്ങളുടെ ഇടയിൽ സെൻട്രൽ ബാങ്കുകളുടെ വലിയൊരു ബൈയിങ് ഗോൾഡ്, എസ്പെഷ്യലി ചൈന വലിയ രീതിയിൽ ഈ വർഷം സ്വർണം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിൽ അവർ കൂടുതൽ സ്വർണം റിസർവിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം സ്വർണത്തെ ഒരു ഓൾട്ടർനേറ്റീവ് കറൻസി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് കറൻസി ആയിട്ട് സ്വർണം ഡെവലപ്പായി പല രാജ്യങ്ങളും ആ കറൻസി റിസർവിന് പകരം സ്വർണ്ണ നിക്ഷേപത്തിലേക്ക് അല്ലെങ്കിൽ സ്വർണത്തിലേക്ക് മാറിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം US ഇൻട്രസ്റ്റ് റേറ്റ്, പലിശ നിരക്ക്, ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തുടർന്നും വരുന്ന ഒക്ടോബറിൽ വരുന്ന റിവിഷനിൽ അത് മാറ്റാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കാരണങ്ങൾ, ഇങ്ങനെ 6 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് സ്വർണ്ണവിലയിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള മൂവ്മെന്റ്. സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതൊരു പീക്ക് ലെവലിലേക്ക് മാറും. അതിനുശേഷം JP മോർഗന്റെ കണക്കനുസരിച്ച് അന്താരാഷ്ട്ര വിപണിയിൽ $4500 എന്നുള്ളത് 5000 $5500 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. തുടർന്ന് ഫെബ്രുവരി മാസത്തോടു കൂടി അത് വീണ്ടും മറ്റൊരു ലെവലിലേക്ക് മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതൊരു സീസണൽ ട്രെൻഡ് കൂടിയാണ്. മറ്റു ചില ഘടകങ്ങൾ കൂടിയാണ് ഇത് വന്നിട്ടുള്ളത്. ഇനിയും അതോടൊപ്പം തന്നെ സ്വർണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നിരവധി ഘടകങ്ങൾ പരിശോധിക്കണം. സ്വർണത്തിന്റെ വിലയെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളിൽ വിശദമായി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ വിപണിയിൽ കേരള വിപണി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിപണിയാണ്. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് 60,000 കിലോഗ്രാം സ്വർണം മലയാളികൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഈ 60,000 കിലോഗ്രാം ഏകദേശം 45,000 കോടി മുതൽ 60,000 കോടി രൂപ വരെ വിലയുള്ള മൂല്യമുള്ള സ്വർണമാണ് ഓരോ മലയാളിയും നമ്മൾ ഉപഭോഗം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ രണ്ടും തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ തന്നെ 20,000 ടണ്ണോളം സ്വർണം ഹൗസ് ഹോൾഡ്സ് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നിക്ഷേപമായിട്ടുണ്ട്. ഈ സ്വർണ്ണ വില വർദ്ധിക്കുന്ന സമയത്ത് അവയുടെ മൂല്യം വർദ്ധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിൽ പ്രത്യേകിച്ചും സ്വർണ്ണ പണയ വിപണിയിൽ വലിയൊരു വ്യത്യാസം, വലിയൊരു നേട്ടം ഈ ഒരു സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും സ്വർണം കൊണ്ട് നമ്മുടെ സാമൂഹ്യ തലത്തിൽ ഉണ്ടാകുന്ന മാറ്റം. പിന്നെ മറ്റൊരു തരത്തിലുള്ള കാര്യം എന്ന് പറയുന്നത് സ്വർണം ഈ സമയത്ത് നമ്മുടെ സമ്പ്രദായകരമായിട്ട് അല്ലെങ്കിൽ ആചാരപരമായിട്ടുള്ള പല കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ ഈ വിലക്കയറ്റം വിവാഹ ആവശ്യങ്ങളിൽ അല്ലെങ്കിൽ വിവാഹത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് മംഗളകരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്വർണം വാങ്ങാൻ നിൽക്കുന്നവരെ സംബന്ധിച്ച് അത് വളരെ ദോഷകരമായിട്ടാണ് ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ എക്കണോമിക് സ്കെയിലിലേക്ക് നോക്കുമ്പോഴേക്കും സ്വർണം നമ്മൾ വാങ്ങിക്കൂട്ടിയ ആളുകളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് ഇതൊരു നല്ലൊരു തലത്തിലുള്ള ഉയർന്ന തലത്തിലുള്ള ലെവലിലാണ് നിൽക്കുന്നത്. ഇനിയും നമ്മൾ അവരുടെ മൊത്തത്തിലുള്ള ആസ്തി വർദ്ധിച്ചിട്ടുണ്ടാകും. ഒരു സമ്പാദ്യം എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോഴേക്കും സ്വർണത്തിന്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ സ്വർണത്തിന്റെ അലോക്കേഷനുള്ള 100 രൂപ ഉണ്ടായിരുന്നു. അതിൽ 20 രൂപ സ്വർണം മാറ്റി വെച്ചിട്ടുള്ള ആളുകൾ, 10 രൂപ സ്വർണം മാറ്റി വെച്ചിട്ടുള്ള ആളുകൾ, അല്ലെ 5 രൂപ മാറ്റി വെച്ചിട്ടുള്ള ആളുകൾ അവരുടെ മൊത്തമുള്ള ആസ്തിയിൽ വർധനമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. സ്വർണ്ണവിലയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നിലയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ചെയിൻ ഓഫ് ആക്ഷനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. JP മോർഗന്റെ കണക്കനുസരിച്ച് $4,500 വരെ, $4,500, $5,000 വരെയും $5,500 വരെയും പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതൊരു ദീർഘകാല തലത്തിൽ നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് ഗ്രാജുവലി ഇപ്പോൾ നിലനിൽക്കുന്ന ചില അൺസർട്ടനിറ്റികൾ, പ്രത്യേകിച്ചും ഗ്ലോബൽ അൺസർട്ടനിറ്റി, അമേരിക്കയുടെ വ്യാപാര കരാറിലുണ്ടാകുന്ന ഒരു സെർട്ടനിറ്റി അല്ലെങ്കിൽ ഒരു അനിശ്ചിതത്വം മാറി ഒരു കൃത്യമായ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ സ്വർണ്ണവില വീണ്ടും അന്താരാഷ്ട്ര വിപണിയിൽ അത് വീണ്ടും താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന വിലയിൽ നിന്നും
ഒരു $500 അല്ലെങ്കിൽ $500 $1000 വരെ മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഒരു അസറ്റ് വാങ്ങുന്ന സമയത്ത് അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, നമ്മളുടെ വിലയെ നിശ്ചയിക്കുന്ന ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങുകയും കൂടിയ വിലയിൽ വിൽക്കുമ്പോൾ മാത്രമാണ് ലാഭം ഉണ്ടാകുന്നത്. അപ്പൊ സ്വർണത്തെ സംബന്ധിച്ചും അത് തന്നെയാണ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങുകയും കൂടിയ വിലയിൽ വിൽക്കാൻ സാധിക്കും. അപ്പൊ ഇതിൽ കുറഞ്ഞ വിലയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ സ്വർണത്തിന്റെ വിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇനി മാറി മറിഞ്ഞു വരാം. പ്രത്യേകിച്ചും ഇന്ത്യൻ റുപ്പിയുടെ വില അല്ലെങ്കിൽ മൂല്യശോഷണം എന്നുള്ളത് മാറിയിട്ട് ഇന്ത്യൻ റുപ്പി ഇനിയും കൂടുതൽ മൂല്യശോഷണത്തിലേക്ക് പോകാതിരിക്കുന്ന സിറ്റുവേഷൻ വന്നാൽ സ്വർണ്ണവില താഴേക്ക് വരാം. അതുപോലെ ഡോളറിന്റെ സ്ട്രെങ്ത് കൂടുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ഡോളറിന് അഗൻസ്റ്റ് ആയിട്ടാണ്, ഒരു ഓൾട്ടർനേറ്റീവ് കറൻസിയാണ്, US എക്കോണമി കൂടുതൽ സ്ട്രെങ്തൻ ആയി വരുന്നതനുസരിച്ച് സ്വർണ്ണവില തിരിച്ച് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ ഡിമാൻഡ്, ഡൊമസ്റ്റിക് ഡിമാൻഡ്, അതുപോലെ തന്നെ അന്താരാഷ്ട്ര വിപണിയിലുള്ള ഡിമാൻഡ് അതും ക്രമേണ അത് കുറഞ്ഞു വരും. കാരണം ഒരു ഫെബ്രുവരിയോട് കൂടിയ സീസൺ അവസാനിക്കും. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെ ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും, സാധാരണ ഡിസംബർ 10 മുതൽ ജനുവരി 10 വരെയുള്ള കാലയളവുകളിൽ അന്താരാഷ്ട്ര വിപണിയിലും ഇന്ത്യൻ വിപണിയിലും സ്വർണത്തിന്റെ വില എന്നുള്ളത് അല്ലെങ്കിൽ ഉപഭോഗം എന്നുള്ളത് വളരെ കൂടുതലാണ്. അതുതന്നെയാണ് ഇവിടെ പ്രത്യേകിച്ച് സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ റുപ്പിയുടെ ഡിവാലുവേഷനും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ സ്വർണം വാങ്ങണോ എന്നുള്ളത്, പുതുതായി വാങ്ങി ദീർഘകാലത്തേക്ക് വെക്കണോ എന്നുള്ളത് ആലോചിക്കണം, പ്രത്യേകിച്ചും ആഭരണമായിട്ട് വാങ്ങുമ്പോൾ. തീർച്ചയായും നമ്മുടെ ഇപ്പോഴത്തെ വിലയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരിക്ക് ശേഷം ആ സ്വർണ്ണ വിലയിൽ ക്രമേണയായിട്ടുള്ള ഒരു കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന നിലയിൽ നിന്നും താഴേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു ദീർഘകാല നിക്ഷേപം എന്നുള്ള നിലയിൽ, ഒരു 3 വർഷം മുതൽ 5 വർഷം വരെയുള്ള നിക്ഷേപം എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ 100 രൂപ നിക്ഷേപത്തിൽ ഒരു നിശ്ചിത ശതമാനം, 5%, 10% അലോക്കേഷൻ നമുക്ക് സ്വർണത്തിൽ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. സ്വർണത്തിന്റെ എപ്പോഴും നമ്മൾ വിൽപ്പന, സ്വർണ്ണ ആഭരണങ്ങൾ അല്ലെങ്കിൽ സ്വർണം നമുക്ക് വിറ്റ് ക്യാഷ് ആക്കുന്നു ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്, സ്വർണത്തിന്റെ ഏറ്റവും ഉയർന്ന വിലയിൽ വിൽക്കാൻ സാധിക്കുമെങ്കിൽ അത് ഒരു നല്ല കാര്യം തന്നെയാണ്. സ്വർണ്ണവില നമുക്ക് ആവശ്യങ്ങൾക്കനുസരിച്ച്, ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് വേണം അത് തീരുമാനമെടുക്കുവാൻ. ഏതാവശ്യത്തിന് എന്നുള്ള തീരുമാനം എടുക്കണം. അങ്ങനെ ഒരു ആവശ്യം വന്നാൽ നമുക്കത് വിൽക്കാൻ പറ്റും. തീർച്ചയായിട്ടും വിറ്റ് അത് എൻകാഷ് ചെയ്യാൻ, ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും. കാരണം സ്വർണ്ണവില ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകുന്ന ഒന്നല്ല. അതിൽ കയറ്റിറക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2012-ലും 2013-ലോ 2014-ലോ ഒക്കെ പിക്ചറുകൾ നമ്മൾ നോക്കിയാൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. 2013-ൽ ഏറ്റവും ഉയർന്ന വിലയിൽ നിന്നും അന്താരാഷ്ട്ര വിപണിയിൽ താഴെ വന്നിട്ടുണ്ട്. നമ്മുടെ വിപണിയിൽ അത് കൂടുതൽ റിഫ്ലക്ട് ചെയ്യാത്ത ഇന്ത്യൻ രൂപയുടെ മൂല്യം ശോഷണം കൊണ്ടാണ്. അത് പക്ഷേ എല്ലാ കാലത്തും നടക്കണമെന്നില്ല. കാരണം ഇന്ത്യയിലെ എക്സ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ റുപ്പി, നമ്മുടെ ഫോറക്സ് റിസർവ് വളരെ കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ റുപ്പി ഡിപ്രീസിയേഷൻ സാധാരണ നടക്കുന്ന പോലെയുള്ള 3.5% അല്ലെങ്കിൽ ഇപ്പോൾ നടന്നിട്ടുള്ള 8% നടക്കാനുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ സ്വർണം ദീർഘകാലത്തിലേക്ക് അല്ലെങ്കിൽ നമുക്കത് കയറി ഒരേപോലെ പോകണമെന്നില്ല, നമുക്ക് താഴേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ട്. സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങൾ അത് ഏതൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി നിക്ഷേപം എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ ഉപഭോഗം എന്നുള്ള നിലയിലും കണ്ട് അതിനെ വാങ്ങുകയോ നിക്ഷേപിക്കുകയോ ചെയ്യണം. വിൽക്കുകയും ചെയ്യാം. വേണമെങ്കിൽ ആവശ്യമനുസരിച്ച് നമുക്ക് അതിന് ഉയർന്ന വിലയിൽ വിൽക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഈ ദിവസത്തിൽ പറയാൻ പറ്റുന്നത്.